നല്ല നാടൻ ചെമ്മീൻ റോസ്റ്റാണ് ഇന്നുണ്ടാക്കുന്നത്. ചെമ്മീൻ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു വിഭവമാണല്ലേ. പക്ഷേ എനിക്ക് അലർജി ആയതുകൊണ്ട് ഞാൻ ചെമ്മീൻ അങ്ങനെ കഴിക്കാറില്ല. വീട്ടിൽ എനിക്ക് മാത്രമേ അലർജി ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവർക്കും ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നമ്മൾ ഇന്നൊരു ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ നല്ലതുപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മളിതിൽ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും മിനിമം ഒന്ന് വെക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മൺചട്ടിയിലാണ് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെമ്മീൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെമ്മീൻ ഒന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഫ്രൈ ആയത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാമേ. ഇനി അതേ മൺചട്ടിയിൽ തന്നെയാണ് നമ്മൾ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്കിനി റോസ്റ്റിന് ആവശ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സബോളയും അതുപോലെ തന്നെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഈ ചട്ടിയിൽ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മളിതിൽ മുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ മാറ്റി വെച്ച ചെമ്മീനും കൂടി ഇട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമ്മൾ റോസ്റ്റാക്കി എടുക്കുവാണെങ്കിൽ ചെറിയ തീയിൽ റോസ്റ്റാക്കി എടുക്കുമ്പോഴാണ് കൂടുതൽ രുചി വരുന്നത്. നമ്മൾ ചെമ്മീൻ റോസ്റ്റ് അടുപ്പത്തുനിന്ന് വാങ്ങാറാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലും അതുപോലെ കരിയാപ്പിലയും കൂടി ഇട്ടൊന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ചെമ്മീൻ റോസ്റ്റ് ചോറ്, അപ്പം, പത്തിരി, കപ്പ എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളുടെ ഫേവറേറ്റ് കോമ്പിനേഷൻ ഏതാണെന്ന് പറയുമോ?